നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടതുപാളയത്തിൽ നിന്നും പുറത്തേക്ക് LDF ബന്ധം ഉപേക്ഷിച്ച് PV അൻവർ. MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭയിൽ ഭരണപക്ഷത്തിന് ഒപ്പം ഇരിക്കില്ലെന്നും ഇരിക്കാൻ വേറെയും സ്ഥലമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിതിൻ മധുക്കർ ജംദാർ ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി P രാജീവ്, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശിയായ നിതിൻ മധുക്കർ നേരത്തെ മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ബോംബെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ ജഡ്ജിയാണ് നിതിൻ ജംദാർ. നടിയെ ആക്രമിച്ച കേസ്. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായി. കോടതിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പ്രതികൾ കോടതിയിൽ ഹാജരായി. ദിലീപ്, പൾസർ സുനി, മാർട്ടിൻ എന്നിവരാണ് ഹാജരായത്. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ നടന്നത്. പ്രതികളുടെ വിസ്താരം നാളെയും തുടരും. നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം നടക്കേണ്ടതുണ്ട്. ഇതുകൂടി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമവാദം കേൾക്കാനിരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനാകുന്നത്. ഇതിന് പുറമെ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവത നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ഭജനയുമായി BJP നേതാവ്. വീഡിയോ വൈറലായതിനു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനവുമായി നിരവധി ആളുകൾ രംഗത്തെത്തി. ഹൈദരാബാദിലെ വിവാദ നേതാവ് മാധവി ലതയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഭജന നടത്തിയത്. തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു മാധവി ലതയുടെ നടപടി. ഒരു സംഘം ആളുകളോടൊപ്പമായിരുന്നു മാധവി ലതയുടെ യാത്ര. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിം പള്ളിക്ക് നേരെ അമ്പ് ചെയ്യുന്നത് പോലെ കാണിച്ച മാധവി ലത നേരത്തെ വിവാദത്തിലായിരുന്നു. പോളിംഗ് ബൂത്തിൽ മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണം മാറ്റാൻ ആവശ്യപ്പെട്ടും ലത വാർത്തയിൽ നിറഞ്ഞിരുന്നു. പോളിംഗ് ബൂത്തിൽ കയറി മുസ്ലിം സ്ത്രീകളുടെ കയ്യിൽ നിന്നും ID കാർഡ് വാങ്ങി അവരുടെ മുഖപടം മാറ്റാൻ ആവശ്യപ്പെടുന്ന ഇവരുടെ വീഡിയോ പുറത്തു വന്നത് ഏറെ വിവാദത്തിലായിരുന്നു. കഴിഞ്ഞ തവണ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ അസറുദ്ദീൻ ഒവൈസിക്കെതിരെ മത്സരിച്ചെങ്കിലും ഇവർ പരാജയപ്പെട്ടിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 28-ന് പൊതു അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. അതേസമയം 70-ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. 28-ന് ഉച്ചകഴിഞ്ഞ് 2-നാണ് ഉദ്ഘാടന ചടങ്ങ്. ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാർ, ജില്ലയിലെ MP-മാർ, MLA-മാർ തുടങ്ങിയവരും പങ്കെടുക്കും. വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 5 ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ബാങ്കുകളുടെ ഓൺലൈനായും ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുകയാണ്. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സ ഹർജി. അഭിഭാഷകൻ അജീഷ് കളത്തിലാണ് തടസ്സ ഹർജി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷനിലടക്കം പരാതി നൽകിയ വ്യക്തിയാണ് അജീഷ്. അതേസമയം ബലാത്സംഗ കേസ് പ്രതി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാനാകില്ലെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മുൻ സുപ്രീം കോടതി വിധികൾക്കെതിരെന്ന് സിദ്ദിഖ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. വൈക്കം കല്ലറ വെച്ചൂർ റോഡിൽ കൊടുന്തുരുത്തിയിൽ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവറായ മുട്ടത്തിപ്പറമ്പ് സ്വദേശി ജിബുമോനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഭാര്യ രമ്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1:30 അപകടം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഭാര്യയുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ കൊടുന്തുരുത്തിയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിയുകയായിരുന്നു. വീഴ്ചയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും ജിബുമോൻ തെറിച്ച് പാടത്തിന് സമീപത്തായുള്ള ചതുപ്പിലെ ചെളിയിൽ മുഖം കുത്തി വീഴുകയായിരുന്നു. ഇരുവരെയും നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജിബുമോൻ മരിച്ചു. പുന്നപ്ര സലഫി ജുമാ മസ്ജിദിൽ മോഷണം. പ്രതി പിടിയിൽ. പുന്നപ്ര സലഫി ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ മോഷ്ടാവ് പിടിയിൽ.
തിരുവനന്തപുരം തോന്നയ്ക്കൽ മഞ്ഞുമല ഷാജിദ മൻസിലിൽ ഹബീബുള്ളയുടെ മകൻ മുഹമ്മദ് അബ്ദുൾ ഹാദിയാണ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിരവധി മോഷണ കേസിൽ പ്രതിയായ അബ്ദുൾ ഹാദി ആലപ്പുഴ ജില്ലയിലെ സൗത്ത് പോലീസ് സ്റ്റേഷൻ, പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ, തമിഴ്നാട്ടിലെ സേലം എന്നീ സ്ഥലങ്ങളിൽ മോഷണ കേസിലുള്ള പ്രതിയാണ്. പുന്നപ്ര ഇൻസ്പെക്ടർ SHO TL സെപ്റ്റോ ജോണിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. എരമല്ലൂരിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ എരമല്ലൂർ പാലത്തറ ഷിബു, കുത്തിയത്തോട് ചെമ്പടിപ്പറമ്പ് ഷൺമുഖദാസ്, ബുള്ളറ്റ് യാത്രികരായ എരമല്ലൂർ സ്വദേശികളായ കണ്ടത്തിപ്പറമ്പിൽ മനോജ്, പുലിത്തുത്ത് ലക്ഷം വീട്ടിൽ അംബരീഷ്, കാൽനട യാത്രക്കാരിയായ കോടംതുരുത്ത് മുതുവൻ നികർത്ത് സലീല, ഉയരപ്പാത നിർമ്മാണ കമ്പനിയായ അശോക ബിൽഡ് ജീവനക്കാരനായ ആരിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്രവാത ചുഴി, ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ശനിയാഴ്ച 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്ര, ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞത്. ഇതാണ് കേരളത്തിൽ മഴയെ സ്വാധീനിക്കുന്നത്.